ഇന്നലെ എന്നെ കാണാൻ വന്ന ആളല്ലേ? അവനെ കണ്ടുപിടിച്ച് തരാൻ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല. അമീർ, എനിക്ക് പേടിയാവുന്നു. നമ്മൾ പിടിക്കപ്പെടുമോ? ഏഞ്ചൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളെ ആരും കാണില്ല. ഇതാണ് ഞാനെന്ന് പറഞ്ഞ കൊച്ചു മാജിക്. ഇപ്പൊ ഏഞ്ചൽ നിൽക്കുന്നതേ എന്റെ സ്വപ്നത്തിന്റെ ഉള്ളിലാ. ഇവിടെ നമ്മൾ മനസ്സ് വെക്കാതെ വേറെ ആരും വരില്ല. ശരിക്കും? ഇനി ഞാൻ നിന്നെ ഞെട്ടിക്കാൻ പോവാ. ഇവിടെ വേറെ ആരുണ്ടല്ലോ. ഞാൻ ഏഞ്ചൽ എടുത്ത് പറഞ്ഞ കാര്യങ്ങള് താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? സത്യം പറ ഏഞ്ചൽ. Mahesh, get up. Mahesh. Say something. മഹേഷ്, നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഒരുമിച്ചല്ലേ കിടന്നേ? പിന്നെ എങ്ങനെ ഇവിടെ എത്തിയേ? ആർ യു ഓക്കെ മഹേഷ്? സേ സംതിങ്. ഒരു ലോറി ഇന്നലെ രാത്രി ഒരു ലോറിയെ അടിച്ചിട്ടു. ലോറിയോ? ഇവിടെയോ? വണ്ടി വന്നാ? വണ്ടിയൊക്കെ വന്നു. നീ മോളെ വിളിക്ക്. We have to move from here. Mahesh, are you really okay? Yeah, I'm okay. ശ്വേത, വാട്ട് ഹാപ്പൻ? എന്താ സംഭവിച്ചത്? എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല മാം. ഇന്ന് രാവിലെ തൊട്ട് മഹേഷിനെ കാണുന്നുണ്ടായില്ല. മാം അയച്ച ഡ്രൈവർ 8 മണിയാവും വരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചൊരു മോർണിംഗ് വാക്കിന് പോയതായിരിക്കും. പക്ഷെ അടുത്തുള്ളൊരു വില്ലേജറാണ് പറഞ്ഞത് നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെ മഹേഷിനെ അൺകോൺഷ്യസ് ആയിട്ട് കണ്ടുവന്നു. എന്നിട്ട് ഐ തിങ്ക് ഹി ഹാഡ് എ പാനിക് അറ്റാക്ക്. പക്ഷെ ബോധം വന്നപ്പോൾ മഹേഷ് പറയുന്ന ഇന്നലെ രാത്രി പുറത്തിറങ്ങിയപ്പോൾ മഹേഷിനെ ഏതോ ലോറി അടിച്ചിട്ടുന്നാണ്. ലോറിയോ? എന്നിട്ട് മഹേഷിന് എന്തെങ്കിലും ഇഞ്ചുറീസ്? നോ, ഹീസ് ഓക്കെ ഫിസിക്കലി. പക്ഷെ മഹേഷ് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു കണക്ഷനും കിട്ടുന്നില്ല. ഇന്നലെ ഉറക്കം കിട്ടാതെ പുറത്തിറങ്ങിയപ്പോൾ പെട്ടെന്ന് എപ്പോഴും ഒരു ഡിസോറിയന്റേഷൻ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ മഹേഷിനെ ഇവിടെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു പേഷ്യന്റിനെ അവിടെയും വെച്ച് കണ്ടു എന്നാ മഹേഷ് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? എന്നിട്ട് മഹേഷ് എവിടെ? മഹേഷ് എന്തോ പെട്ടെന്ന് ഡോക്ടർ ജെന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ. ഡോക്ടർ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ഞാൻ ഒന്ന് പോയി കാണട്ടെ. യു റിലാക്സ്, ഡോണ്ട് വറി. മോളെവിടെ തനു? വരുന്ന വഴിക്ക് അവൾ എന്റെ വീട്ടിലാക്കി. ആ, അതെന്തായാലും നന്നായി. ഞാൻ പോയി മഹേഷിനെ കണ്ടിട്ട് വരാം. ഡോണ്ട് വറി. ആ എത്തിയാ? എന്തായി? വണ്ടിയൊക്കെ ശരിയായോ? യാ ഡോക്ടർ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്ത് പറ്റി ഡോക്ടർ? ഡേ ബിഫോർ യെസ്റ്റർഡേ ഡോക്ടറിനെ കാണാൻ എൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ വന്നില്ലേ? OT4 വേക്കൻ്റ് ആണെന്ന് പറയാൻ. ഡോക്ടർ രമേശിന്റെ ലീവിന്റെ കാര്യം പറയാൻ. എക്സാക്ട്ലി. അത് പറയാൻ ഡോക്ടറിന്റെ റൂമിലേക്ക് കയറുമ്പോൾ ഒരു പേഷ്യന്റ് എന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് റിമെമ്പർ ഹിസ് നെയിം. മേ ബി ഇൻ ഹിസ് ലേറ്റ് 70s വിത്ത് എ ലോങ് ബിയർഡ്. ഡു യു റിമെമ്പർ? ഞാൻ അങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അതുപോലെ ഞാൻ റൂമിൽ വന്നപ്പോൾ യു ആർ സ്ലീപ്പിംഗ് ഇൻ യുവർ ചെയർ. വാട്ട്? ഡോക്ടറെ, ഡോക്ടർ. ശരി ഡോക്ടർ. അല്ല ഡോക്ടറെ, അങ്ങനെ ഒരു പേഷ്യന്റിന് ഇൻഫർമേഷൻ വേണമെങ്കിൽ രജിസ്ട്രേഷൻ ഡെസ്ക് ചോദിച്ചാൽ പോരെ? അങ്ങനെ ഒരു രജിസ്ട്രേഷൻ റെക്കോർഡ്സിലില്ല. എനിവേസ് താങ്ക് യു. ഏയ് മഹേഷ്, എന്തൊക്കെയാ കേൾക്കുന്നത്? ആളെ പേടിപ്പിക്കുകയാണോ? ഐ ഡോണ്ട് നോ വാട്ട് ടു ടെൽ യു ഡോക്ടർ. പറഞ്ഞാലും അതിനൊക്കെ പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംതിങ് ഈസ് ഹാപ്പനിങ് ടു മീ. ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട്. ഗിവ് മീ സം ടൈം. ഐ വിൽ ടെൽ യു. ലിസൺ മഹേഷ്, എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. ഐ ഹാവ് നെവർ സീൻ യു ദിസ് നെർവസ്. ഇത്രയും സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ശ്വേത. ആൻഡ് യു നോ അബൌട്ട് ഇറ്റ്. ഇതിൽ എന്താ ഇപ്പോൾ സ്ട്രേഞ്ച് ആയിട്ടുള്ളത്? ഐ ജസ്റ്റ് തിങ്ക് യു ഹാഡ് എ പാനിക് അറ്റാക്ക് ആൻഡ് യുവർ മൈൻഡ് ഈസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. സോ പ്രോബബ്ലി യുവർ മൈൻഡ് ഈസ് ക്രിയേറ്റിംഗ് സം സ്റ്റോറീസ് അബൌട്ട് ഇറ്റ്.
അങ്ങനെ മനസ്സ് കഥ കെട്ടിച്ചമക്കാൻ തുടങ്ങിയാൽ അതിന്റെ പേരാണ് മെന്റൽ ഇൽനെസ്. Listen, Mahesh. Just don't take this too far, okay? KLW097 ഇതാണ് എൻ്റെ ഓർമ്മയിൽ എന്നെ ഇടിച്ചിട്ട ലോറിയുടെ നമ്പർ. അതും കൂടെ ഫേക്ക് ആണെന്ന് തെളിഞ്ഞാൽ ഐ വിൽ അക്സെപ്റ്റ് യുവർ വ്യൂ ശ്വേത. മൈ മൈൻഡ് മൈറ്റ് ബി ക്രിയേറ്റിംഗ് സം സ്റ്റോറീസ്. ഹായ്. പറയൂ. സുധീഷ് സർ. ഓ ഹായ് സർ, ഐ എം ഡോക്ടർ മഹേഷ്. ആ സാറേ ഇരിക്കും. താങ്ക് യു. ജെയിൻ ഡോക്ടറിനെ വിളിച്ചിരുന്നു. ആ, അത് വെബ്സൈറ്റിൽ കാണാത്തതുകൊണ്ടാണ് സാറിനെ ബുദ്ധിമുട്ടിച്ചത്. അയ്യോ അതത്ര വലിയ പണിയൊന്നുമല്ല. ഈ KLW097 എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു പഴയ ലോറിയാണ്. ഒരു ചെറിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ലോറി ഡിസ്പോസ് ചെയ്തിട്ട് 15 വർഷമായി. ഇതിൻ്റെ ലാസ്റ്റ് ടാക്സ് അടച്ചിട്ടുള്ളത് 2003-ലാണ്. അത്രയും പഴയ വണ്ടി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഡാറ്റ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തത്. ഈ ലോറി ആരുടെ പേരിലാണ്? ഓണറുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അതിലുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. താങ്ക് യു. ശരി. സൂക്ഷിച്ചോട് വീഴും. എന്തായി തനുവിന്റെ അഡ്മിഷൻ? നോക്കുന്നുണ്ട്. നമ്മള് വില്ലയിലെ കുറച്ച് കുട്ടികൾ പോണ സ്കൂളിൽ വിടാന്ന് ആലോചിക്കണേ. അതാവുമ്പോ കമ്പനി ഉണ്ടാവുമല്ലോ. ആ ഭവൻസ് ആണോ? അഡ്രസ് കിട്ടിയ സ്ഥിതിക്ക് അവിടം വരെ ചെന്നൊന്ന് അന്വേഷിക്കണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. വെറുതെ എന്തിനാ? അതെ, നിങ്ങൾ ഈ സർജൻസിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഒരു സർജിക്കൽ അപ്രോച്ചോടെ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇഗ്നോർ ചെയ്താൽ തലേന്ന് പോകുന്ന പ്രശ്നമാണെങ്കിൽ എന്തിനാ അത് വെറുതെ കീറി മുറിച്ച് പരിശോധിക്കുന്നത്? പരിശോധിക്കണം. ഇത്രയും അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ ആർക്കെങ്കിലും അത് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഡോക്ടറിന് പറ്റുമോ? ഇത് ഇഗ്നോർ ചെയ്യുന്നതിന്റെ കാര്യമല്ല ഡോക്ടർ. ദ ഫാക്ട് ഈസ്, എന്നെ തട്ടി എന്ന് പറയുന്ന ഈ ലോറിയുടെ നമ്പർ ശരിയാവുന്നത് വരെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്തൊരു ഫാന്റസി സ്റ്റോറി ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇതിനെ കണ്ടിട്ടുള്ളത്. ശ്വേത അത് എന്നോട് തുറന്നു പറയുകയും ചെയ്തതാ. അയ്യോ, അത് ഞാൻ ആ സെൻസിലല്ല അത് പറഞ്ഞത്. വിടും. 15 വർഷം മുമ്പ് പൊളിച്ച ലോറി ഇന്നലെ വന്ന് തട്ടിന്നുള്ളതിന്റെ ഫാന്റസി പാട്ട് നമുക്ക് വിടാം. അത് ആരെങ്കിലും ആ നമ്പർ വെച്ച് ഫേക്ക് ചെയ്താണെങ്കിലോ? ആവാം. പക്ഷെ അതൊക്കെ അറിയണമെങ്കിൽ ആ ലോറി ഡ്രൈവറെ ഒന്ന് നേരിട്ട് ചെന്ന് കാണണം. ഡോക്ടർ നാളെ ഒന്ന് അയാളെ ചെന്ന് കാണും. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറ. അയാളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേക്ക്. എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ ഇഗ്നോർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. ആരാ? ആന്റണി ചേട്ടൻ. ഞാൻ വിളിക്കാം. ഓ, ആരാ? നമ്മൾ തമ്മിൽ അറിയില്ല. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. ഈ KLW097 ചേട്ടന്റെ ലോറിയില്ലേ? ആയിരുന്നു. അതിനിപ്പോ ആ ലോറി ഇല്ലല്ലോ. അതറിയാം. ആ വണ്ടി ചേട്ടൻ്റെ ഉണ്ടായിരുന്നപ്പോൾ പറ്റിയൊരു അപകടത്തെ പറ്റിയാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ പറഞ്ഞ ആ ലോറി പൊളിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കൊല്ലായി. അല്ല, ആ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെടുന്ന ആക്സിഡന്റിനെ പറ്റി ഇപ്പം എന്തിനാ ചോദിക്കുന്നത്? ചേട്ടാ, ആ വണ്ടി ഉണ്ടാക്കിയ എല്ലാ അപകടങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയണ്ട. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് എവിടെയെങ്കിലും രാത്രി ആ വണ്ടി ഒരാളെ ഇടിച്ചിട്ടുണ്ടോ? നോക്കണം. ഇവിടെ ഒന്നും കാണാനില്ല. തട്ടിയതാടാ. നീ കണ്ടില്ലേ? ഞാൻ കണ്ടതാ. എന്തോ തട്ടി. അവൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ. എന്നിട്ട് ആളെവിടെ? ഞാൻ അപ്പുറം നോക്കാം. 10-15 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോഴും വല്ലാത്തൊരു ഞെട്ടല. ഇപ്പൊ സാറ് പറയുന്നോട് കേട്ടപ്പോ എന്തോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അന്ന് യാത്രയിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? അയാളുടെ പേര് ഓർമ്മയുണ്ടോ? അമീർ. അയാൾ ഭ്രാന്തനാണോ ഭ്രാന്ത് അഭിനയിച്ചാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ളൂ. ആളെ തട്ടിയതടക്കം. അന്ന് ഈ വണ്ടി തട്ടിയ ആളുടെ മുഖം ചേട്ടന് ഓർമ്മയുണ്ടോ? ഇല്ല സാറേ, അതിന് മാത്രം സമയമൊന്നും ആ അപകടത്തിനുണ്ടായിരുന്നില്ല. പക്ഷെ തട്ടി, അതുറപ്പാ. സംഭവം നടന്നതിന് ശേഷം ഞാനും ക്ലീനർ ബാബുവും കൂടി അരമണിക്കൂറോളം അവിടെ ഇറങ്ങി തപ്പിയിട്ടും അങ്ങനെ ഒരാളെ ആ പരിസരത്ത് എങ്ങും കണ്ടില്ല. ആശാനെ, അവനെ ക്യാബിൽ കാണാനില്ല. ഈ അമീറിനെ പറ്റി ചേട്ടന് വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ?
അയാൾ വളരെ കുറച്ച് മാത്രമേ അന്ന് സംസാരിച്ചിട്ടുള്ളൂ. ആ, അന്ന് അയാൾ ഏതോ കൊച്ചു ത്രേസ്യ ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ചാണ് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. ശരി ഏട്ടാ. ഓ. താങ്ക് യു. വരട്ടെ. ആ സാറേ, അയാൾ അടുത്തുണ്ടെങ്കിലേ അവിടെ ഒച്ചു വരാറുണ്ട്. ഒച്ചോ? ആ അതെ സാറേ. ഓക്കെ. അയാളെ കണ്ടിട്ട് വരുന്ന വഴിയാണോ? അല്ല, ഞാൻ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. അയാളെ കണ്ടിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പ്രതീക്ഷിച്ചത് ഹൊറർ മൂഡാണ്. ഇതിപ്പോ ഹോളിവുഡ് പടം പോലെ ടൈം ട്രാവൽ ആക്കി കളഞ്ഞില്ലേ? ഹൊററായിരുന്നു വല്ല മന്ത്രവാദിയും പോയി കാണായിരുന്നു. ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന കൺഫ്യൂഷൻ. ഞാൻ ആക്ച്വലി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു റെഫറൻസ് തരാനാണ്. ഒരു റിയൽ ലൈഫ് സംഭവം. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം SMH ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. അവിടുത്തെ സീനിയർ സർജൻ മധു ഡോക്ടർ ഒരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടന്ന കാര്യം. എന്തായിരുന്നു കേസ്? കോളിസിസ്റ്റക്ടമി ആയിരുന്നു കേസ്. പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 24-25 ഇയേഴ്സ് പ്രായമുള്ള പെൺകുട്ടിയും. സർജറിക്ക് മുമ്പുള്ള പ്രീ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞ് ആള് പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ജിയെ കൊടുത്ത് ബെഡിൽ കിടത്തി. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ECGയിലെ ഡ്രമാറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് കണ്ടു. എല്ലാവരും പാനിക്കായിപ്പോയി. പിന്നെ കുറേ നേരത്തെ എഫേർട്സിന് ശേഷം ആള് സ്റ്റേബിളായി. എന്നിട്ട് സർജറി ഞങ്ങൾ അബോർട്ട് ചെയ്തു. റിക്കവറി ഏരിയയിൽ വെച്ച് കോൺഷ്യസ് ആയ ഈ പെൺകുട്ടി പറഞ്ഞതാണ് ഹൈലൈറ്റ്. അൺകോൺഷ്യസ് ആയ ആ മൊമെന്റിൽ തന്നെ ഈ പെൺകുട്ടി ബൈക്ക് അപകടത്തിൽ 1 വർഷം മുമ്പ് മരിച്ചുപോയ അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു. ആ സംസാരത്തിൽ അവരോട് ഇതുവരെ പറയാത്തൊരു കാര്യം ഈ ബോയ് ഫ്രണ്ട് പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത്. പിന്നീട് ഇത് അന്വേഷിച്ചപ്പോൾ ഈ നടന്ന കാര്യം സത്യമാണെന്നുള്ളതിൻ്റെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എന്നിട്ട് സർജറി റീഷെഡ്യൂൾ ചെയ്തോ? സർജറിക്ക് പേഷ്യൻ്റ് റെഡിയായിരുന്നു, ചെയ്യാൻ മധു സാറും. പക്ഷെ അനസ്തേഷ്യ ടീം സമ്മതിച്ചില്ല. പിന്നെ അവര് വേറെ എവിടെ പോയി ചെയ്തു എന്നാണ് കേട്ടത്. ഈ സംഭവം നമ്മുടെ ENTയിലെ വിനയകുമാർ സാർ ഒരു ആർട്ടിക്കിളായിട്ട് എഴുതി പബ്ലിഷ് ചെയ്തു. ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഒരാൾ മധു സാറിൻ്റെയും അന്നത്തെ അനസ്തേഷ്യ ടീമിൻ്റെ അപ്പോയിൻമെൻറ്റ് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു നോൺ മെഡിക്കൽ പേഴ്സൺ ആയതുകൊണ്ട് മധു സാർ ആദ്യം ഒന്നും അത്ര എൻ്റർടൈൻ ചെയ്തില്ല. പിന്നീട് ഒരിക്കൽ IMA ഹാളിലൊരു ഫംഗ്ഷന് പോയപ്പം ഈ കക്ഷി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നതല്ലേന്നോർത്തൊരു ഹാഫ് മൈൻഡിൽ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. സംസാരിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്ക് അയാളെ പറ്റിയിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ആൾ ഇന്റലക്ച്വലാ. ഇപ്പോഴും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. എന്താണ് അയാളുടെ ഐഡന്റിറ്റി? ആളൊരു ആംഗ്ലോ ഇന്ത്യനാ. ജോൺ മാസ്റ്റർ എന്നാണ് പേര്. എനിക്കെന്തോ ഡോക്ടർ അയാളെ ചെന്ന് കണ്ട ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീരും തോന്നുന്നു. ആളൊരു മന്ത്രവാദിയോ സൈക്കോളജിസ്റ്റോ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ഐ തിങ്ക് ഹി ക്യാൻ റിലേറ്റ് ഇറ്റ് സംവെയർ. നിങ്ങൾ ഇത്ര കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ കൺസൾട്ടേഷൻ ഇവിടെ ചെയ്തേക്കാം. ഓ, എന്തായാലും കാര്യങ്ങളൊന്ന് ക്ലിയർ ആവുന്നവരെ ഞാനിതാരോടും ഡിസ്കസ് ചെയ്യുന്നില്ല. നോട്ട് ഈവൻ ടു ഷബ്നം. ഞാൻ എന്തായാലും നാളെ ജോൺ മാർഷൽ ഒന്ന് വിളിച്ച് ബ്രീഫ് ചെയ്ത് വെച്ചേക്കാം. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്തെന്ന് കണ്ടോ? ഓക്കെ. ഞാൻ 2 മണി അടിച്ചിട്ട് വന്നോളാം. കഴിക്കുന്നില്ലല്ലോ? ഇല്ല, ഡ്രൈവ് ചെയ്യണം. വേണ്ട. ഓക്കെ, ബൈ. താങ്ക് യു. ജോൺ മാസ്റ്റർ ഉണ്ടോ? വരൂ ഡോക്ടർ. സംശയിക്കേണ്ട, ഞാൻ തന്നെയാണ് ജോൺ മാസ്റ്റർ. ഞാൻ പെട്ടെന്ന് ഇറ്റ്സ് ഫൈൻ. എന്നോട് ജെയിൻ പറഞ്ഞത് ഡോക്ടർ രാത്രി വരുമെന്നാണ്. അപ്പം ഞാനൊരു 7-8 മണിക്കൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. നോർമലി എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ കൺസൾട്ടേഷൻ ഉണ്ട് കുറച്ചു നേരം. അതും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. ഓ, പിന്നെ വിചാരിച്ച് ലേറ്റ് ആക്കണ്ടെന്ന്. ഐ യു ബിസി റൈറ്റ് നൗ? നോ ഇഷ്യൂസ്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഷോ. വൈ ഡോണ്ട് യു റിലാക്സ് ഫോർ എ വൈൽ? ഓക്കെ. അവിടെ കുറച്ച് നേരം ഇരുന്നോളൂ. ഓക്കെ. Can you believe it, doctor? It's not a real plant. It's a well-made artificial one. Oh, is it? It's beautiful. ഒറ്റ നടത്തി ഒറിജിനലാണെന്നേ ഫീൽ ചെയ്യൂ. Exactly. ഡോക്ടർ കണ്ട ഡ്രീം പോലെ, isn't it?
ഡ്രീമോ? Have you heard about lucid dreaming? ടേം കേട്ടിട്ടുണ്ട്, ബട്ട് ഐ എം നോട്ട് ഷുവർ വാട്ട് ഇറ്റ് ഇസ്. Okay, let me explain that to you. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലോ. ഉറക്കത്തിന്റെ ഡെപ്തിനനുസരിച്ച് ചിലത് നമ്മൾ ഓർക്കാറുണ്ട്, ചിലത് നമ്മൾ തീരെ ഓർക്കില്ല. ഈ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾ സ്വപ്നത്തിന്റെ അകത്താണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ലൂസിഡ് ഡ്രീമിംഗ്. ഇത് വളരെ വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ, ലൈക്ക് ഇഫ് യു റിയലൈസ് ദാറ്റ് യു ആർ ഡ്രീമിംഗ് വെൻ യു ആർ വിത്തിൻ എ ഡ്രീം, then you can completely control that dream. ആ ഡ്രീം മാത്രമല്ല, ആ ഡ്രീമിൻ്റെ അകത്തുള്ള ഓരോ ഇവൻറ്റും സ്വപ്നം കാണുന്നയാളുടെ ഭാവനയ്ക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതൊരു കലയാണ്, എ വെരി റെയർ ടാലൻറ്റ്. ഇത് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോട്ട് അറ്റ് ഓൾ. ഇറ്റ്സ് ആക്ച്വലി എ വെരി ടഫ് പ്രോസസ്. സി, നമ്മൾ ദിവസേന കാണുന്ന സ്വപ്നങ്ങൾ മുഴുവൻ ഡേറ്റൊക്കെ വെച്ച് ഒരു ഡയറി പോലെ എഴുതി വെക്കുകയാണെങ്കിൽ, ആഫ്റ്റർ എ സർട്ടൻ ടൈം, മേ ബി ആഫ്റ്റർ എ കപ്പിൾ ഓഫ് മന്ത്സ്, ആ എഴുതി വെച്ച ഡ്രീം ജേണലിലൂടെ മുഴുവൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്വപ്നങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളും ചില പ്രത്യേക ആൾക്കാരും ഇടയ്ക്കിടെ റിപ്പീറ്റഡായി കയറി വരുന്നുണ്ടെന്ന്. ആ കോമൺ പോയിന്റ്സിനെ നമ്മൾ ഡ്രീം സയൻസ് എന്ന് പറയും. ലെറ്റ് സപ്പോസ് ഡോക്ടറുടെ ഡ്രീം സയൻസ് പണ്ട് പഠിച്ചിരുന്ന സ്കൂളിലെ ഒരു ക്ലാസ് റൂമോ പഴയ നാട്ടുവഴിയിലെ ഒരു കടയോ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അവിടെ ചെന്ന് മനസ്സൊക്കെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാക്കി ഞാൻ സ്വപ്നത്തിലല്ലേ എന്ന് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ സ്വപ്നങ്ങളിൽ ഇതേ സ്ഥലങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും നമ്മൾ സ്വപ്നത്തിലാണെന്ന്. അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം വി ഹാവ് അറ്റൈൻഡ് ലൂസിഡിറ്റി. പറയാൻ ഇതൊക്കെ എളുപ്പമാണെങ്കിലും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി പ്രോസസ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇവിടെ മാസ്റ്റർ പറയുന്ന പോലെ, ഇഫ് ഐ വാസ് പാർട്ട് ഓഫ് ലൂസിഡ് ഡ്രീം, ദെൻ വൈ വാസന്റ് ഐ അവെയർ ഓഫ് ഇറ്റ്? ഇപ്പോഴും കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഈ റിയാലിറ്റി പോലെ തന്നെ ഒറിജിനലായിരുന്നു ആ ഈവൻസ് മുഴുവനും. ദാറ്റ്സ് എ ജെനുവിൻ ക്വസ്റ്റ്യൻ. ഇവിടെ ഡോക്ടറുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഫാക്റ്റ് അതൊരു വലിയ കുരുക്കാണ്. എത്ര കഴിക്കാൻ ശ്രമിച്ചാലും പിന്നെയും മുറുകുന്ന ഒരു കുരുക്ക്. വാട്ട് ഇസ് ഇറ്റ്? നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ കേട്ടിടത്തോളം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ്, ഡോക്ടർ ചെന്ന് പെട്ടിരിക്കുന്നത് ഡോക്ടറുടെ ഡ്രീമിലല്ല.